എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മളിന്ന് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ് ഈ ടോപ്പിക്കാണ് പഠിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം. ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ റോബർട്ട് ഹാവിഗസ്റ്റ് ആണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് അല്ലെങ്കിൽ പുരോഗമന കർത്തവ്യം, വികസന പ്രവൃത്തി എന്ന ആശയം അവതരിപ്പിച്ചത്. According to him, a developmental task is a task which arises at about a certain period in the life of an individual, successful achievement of which lead to happiness and to success with later tasks, while failure leads to unhappiness and difficulty with later tasks. റോബർട്ട് ഹാവിഗസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് അല്ലെങ്കിൽ വികസന പ്രവൃത്തി, പുരോഗമന കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്? അദ്ദേഹം അതിനെ ലേണിംഗ് ടാസ്ക് എന്നുകൂടി വിളിച്ചിട്ടുണ്ട്. ഓരോ പ്രായത്തിനനുസരിച്ചും ഓരോ വികസന പ്രവൃത്തി ഓരോ കുട്ടികൾക്കുണ്ട്. ഓരോ വ്യക്തിയും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വിവിധ പ്രായങ്ങളിൽ ആവശ്യമായിട്ടുള്ള ചില സ്കിൽസ്, ചില ബിഹേവിയർ പാറ്റേൺസ് ഇങ്ങനെയൊക്കെ രൂപീകരിക്കണം അല്ലെങ്കിൽ നേടിയിരിക്കണം എന്നുള്ളൊരു ആശയമുണ്ട്. ഇതിനെയാണ് അദ്ദേഹം ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് വിളിച്ചത്. അതായത് നമ്മുടെ ഓരോ പ്രായത്തിനും ഓരോ വ്യക്തിയുടെയും ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് ഒരു ഡെവലപ്മെൻറ്റൽ ടാസ്ക് അല്ലെങ്കിൽ ഒരു വികസന പ്രവൃത്തി ഇന്ന കാലഘട്ടത്തിൽ ഇന്ന കാര്യം കുട്ടി ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനെയാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് വിളിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞേ? സക്സസ്ഫുൾ അച്ചീവ്മെൻറ്റ് ലീഡ് ടു ഹാപ്പിനെസ്. നല്ല രീതിയിൽ വിജയകരമായിട്ട് ഈ ടാസ്ക് പൂർത്തീകരിച്ചാൽ അത് കുട്ടികൾക്കൊരു സന്തോഷമാണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും സന്തോഷം പകരുന്നതാണ്. അത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത വരുമ്പോൾ കുട്ടികൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. ഇതിനെയാണ് അദ്ദേഹം ഡെവലപ്മെൻറ്റൽ ടാസ്ക് അല്ലെങ്കിൽ വികസന പ്രവൃത്തി എന്ന് പറഞ്ഞത്. ആരാണിത് അവതരിപ്പിച്ചത്? ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന റോബർട്ട് ജെ ഹാവിഗസ്റ്റ്. അദ്ദേഹം 1972 ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചത്. ദീസ് ടാസ്ക് ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽ ഫോർ സക്സസ്ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിൽ നല്ല രീതിയിൽ ഒത്തിണങ്ങി ജീവിക്കാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്ന ഈ ഡെവലപ്മെൻറ്റൽ ടാസ്ക് അല്ലെങ്കിൽ വികസന പ്രവൃത്തികളാണ്. ഓരോ പ്രായത്തിനനുസരിച്ചും വ്യത്യസ്തമായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ടാസ്കുകളാണ്. നമ്മൾ വളരെ ചെറുതായിരിക്കുമ്പോൾ, അതായത് ഒരു 3-4 മാസമാവുമ്പോൾ കുട്ടികളിൽ നിന്ന് നമ്മൾ എന്ത് ഡെവലപ്മെൻറ്റൽ ടാസ്ക്കാണ് പ്രതീക്ഷിക്കുന്നത്? കുട്ടികൾ കമിഴ്ന്ന് വീഴും എന്നുള്ളത്. അതാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്. അപ്പോൾ അങ്ങനെ പ്രായം മാറുന്നതിനനുസരിച്ച് സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്കുകളുണ്ട്. ദർ ആർ 3 ഫോഴ്സസ് ഫ്രം വിച്ച് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് അറൈസ് ഓർ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആർ ഡിറൈവ്ഡ് ഫ്രം 3 സോഴ്സസ്. ഫിസിക്കൽ മച്യുറേഷൻ, ശാരീരികമായ പക്വത നേടുന്നതിലൂടെ. ദ കൾച്ചറൽ പ്രഷർ ഓഫ് ദ സൊസൈറ്റി, സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന വികസന പ്രവൃത്തികൾ. അടുത്തത് ദ പേഴ്സണൽ വാല്യൂസ് ആൻഡ് ആസ്പിരേഷൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ, വ്യക്തിയിലെ തന്നെ മൂല്യങ്ങളും താല്പര്യങ്ങളും കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ 3 തരത്തിലാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ മച്യുറേഷൻ ഒരു എക്സാമ്പിൾ. അതായത് ഒരു വ്യക്തി ശാരീരികമായിട്ട് പക്വത പ്രാപിക്കുന്നത് വഴി എന്ത് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആണ് പ്രതീക്ഷിക്കുന്നത്? ലേണിംഗ് ടു വാക്ക്, നടക്കാൻ പഠിക്കുന്നത് ഒരു ഫിസിക്കൽ മച്യുറേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതല്ലേ. കുട്ടികൾക്ക് 1 വയസ്സാവുമ്പോഴാണ് കുട്ടികൾ നടക്കാൻ വേണ്ടി പഠിക്കുന്നത്. അത് ഫിസിക്കൽ മച്യുറേഷൻ്റെ ഭാഗമാണ്. കൾച്ചറൽ പ്രഷർ ഓഫ് ദ സൊസൈറ്റി, സാംസ്കാരികമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ട്, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കും. അതാണ് എഴുതാനും വായിക്കാനൊക്കെ പഠിക്കത്തില്ലേ. എഴുതാനും വായിക്കാനും ഇതുവരെ പഠിച്ചില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പോൾ ആ ഡെവലപ്മെൻറ്റൽ ടാസ്ക് നമ്മളിൽ നിന്ന് സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത് ദ പേഴ്സണൽ വാല്യൂസ് ആൻഡ് ആസ്പിരേഷൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ, വ്യക്തിയിലെ തന്നെ മൂല്യങ്ങളും താല്പര്യങ്ങളും കൊണ്ട്. പ്രിപ്പയറിംഗ് ഫോർ എ വൊക്കേഷൻ, എനിക്കൊരു ജോലി വേണം എന്ന് തോന്നുന്ന ഒരു പേഴ്സണൽ ആസ്പിരേഷനാണ്. ചൂസിങ് എ ഹോബി, ചൂസിങ് എ വൊക്കേഷൻ, ഒരു ജോലി തിരഞ്ഞെടുക്കുന്നത്, നമുക്കിഷ്ടമുള്ള ഒരു ഹോബി തിരഞ്ഞെടുക്കുന്നതൊക്കെ പേഴ്സണൽ ചോയ്സസ് ആണ്. വ്യക്തിയിൽ തന്നെ മൂല്യങ്ങളും താല്പര്യങ്ങളും കൊണ്ടുണ്ടാകുന്നത്. അങ്ങനെ 3 ഫോഴ്സസ് ആണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഒറിജിനേറ്റ് ചെയ്യാനുള്ള കാരണം. ഏതൊക്കെയാണ്? ഫിസിക്കൽ മച്യുറേഷൻ, കൾച്ചറൽ പ്രഷർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് പേഴ്സണൽ വാല്യൂസ് ആൻഡ് ആസ്പിരേഷൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. എന്താണ് ഈ ഡെവലപ്മെൻറ്റൽ ടാസ്കിൻ്റെ പ്രാധാന്യം? വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക്? They serve as guidelines to the individual to know what the society expects from him at a given age. ഒരു പ്രത്യേക പ്രായത്തിലെത്തുമ്പോൾ നമ്മളിൽ നിന്ന് എന്താണ് സമൂഹം പ്രതീക്ഷിക്കുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഈ ഡെവലപ്മെൻറ്റൽ ടാസ്കുകൾ സഹായിക്കും. അടുത്തത് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഷോ the individual what lies ahead and what they will be expected to do when they reach their next stage of development. ഇപ്പോൾ അഡോളസെൻ്റ് ഏജിൽ കുട്ടി എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടിക്ക് അറിയാം അടുത്ത ഒരു 21 ഏജ് ആവുമ്പോൾ അല്ലെങ്കിൽ അഡൾട്ട് ഏജ് ആകുമ്പോഴത്തേക്കും നമ്മളിൽ നിന്ന് എന്താണ് സൊസൈറ്റി പ്രതീക്ഷിക്കുന്നത്.
സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നല്ല രീതിയിൽ സമൂഹത്തിലെ ഒരു മെമ്പർ ആവുക, ഒരു ഗുഡ് സിറ്റിസൺ ആവുക എന്നുള്ളതൊക്കെ സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഇറ്റ് ഈസ് എ ഡെവലപ്മെൻറ്റൽ ടാസ്ക്. അപ്പോൾ ഇങ്ങനെ ഓരോ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഈ വികസന പ്രവൃത്തികളാണ്. അടുത്ത്, they are very helpful to the teacher to be prepared to avail the opportunity and preparing appropriate atmosphere to achieve a developmental task. ഓരോ പ്രായത്തിലും എന്ത് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആണ് കുട്ടിക്ക് സാധാരണയായിട്ട് വരുന്നത്, ഇതിനനുസരിച്ച് പാഠ്യപദ്ധതി രൂപീകരിക്കാനും അത് പ്രാവർത്തികമാക്കാനും അധ്യാപകരെ സഹായിക്കുന്നത് ഡെവലപ്മെൻറ്റൽ ടാസ്കുകളെ കുറിച്ചുള്ള നല്ല അറിവാണ്. ഇതാണ് ഡെവലപ്മെൻറ്റൽ ടാസ്കിൻ്റെ പ്രാധാന്യം. ഇനി നമുക്ക് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഓഫ് അഡോളസെൻ്റ് ഏജ്, കൗമാര കാലഘട്ടത്തിലെ വികസന പ്രവർത്തികളിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അച്ചീവിങ് ന്യൂ ആൻഡ് മോർ മച്വർ റിലേഷൻസ് വിത്ത് ഏജ് മേറ്റ്സ് ഓഫ് ബോത്ത് സെക്സസ്. സമപ്രായക്കാരായ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ വിവേകപൂർവ്വവും മാന്യവുമായിട്ട് പെരുമാറാൻ പഠിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അടുത്തത്, അച്ചീവിങ് എ മസ്കുലിൻ ഓർ ഫെമിനിൻ സെക്സ് റോൾസ്. കൂടുതൽ പക്വതയോടുകൂടി പെരുമാറാൻ പഠിക്കുന്നതും കൗമാര കാലഘട്ടത്തിലാണ്. അടുത്തത്, അക്സെപ്റ്റിംഗ് വൺസ് ഫിസിക് ആൻഡ് യൂസിങ് വൺസ് ബോഡി എഫക്റ്റീവ്ലി. തൻ്റെ ശരീരഘടന അംഗീകരിക്കുകയും ശരീരത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് കൗമാര കാലഘട്ടത്തിലാണ്. അടുത്തത്, ഡിസയറിങ്, അക്സെപ്റ്റിംഗ് ആൻഡ് അച്ചീവിങ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ. ജനാധിപത്യ സാമൂഹിക ഉത്തരവാദിത്തത്തെക്കുറിച്ച് ധാരണ ഉണ്ടാവുകയും അതിനനുസരിച്ച് കുട്ടികൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറുകയും ചെയ്യുന്നത് കൗമാര കാലഘട്ടത്തിലാണ്. അടുത്തത്, അച്ചീവിങ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം എൽഡേഴ്സ്. മുതിർന്നവരിൽ നിന്ന് വൈകാരികമായിട്ടൊരു സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത് കൗമാര കാലഘട്ടത്തിലാണ്. സ്വന്തമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതും ഈ ഏജിലാണ്. അടുത്തത്, സെലക്ടിങ് ആൻഡ് പ്രിപ്പയറിങ് ഫോർ ആൻ ഒക്യുപ്പേഷൻ. ഒരു ജോലിക്ക് വേണ്ടി അവനവനെ തന്നെ ഒരുക്കുകയും തയ്യാറാക്കുകയൊക്കെ ചെയ്യുന്നത് കൗമാര കാലഘട്ടത്തിലാണ്. അടുത്തത്, പ്രിപ്പയറിങ് ഫോർ മാരേജ് ആൻഡ് ഫാമിലി ലൈഫ്. വൈവാഹിക ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും ഒക്കെ കുട്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറെടുക്കുന്നത് ഈ പ്രായത്തിലാണ്. അടുത്തത്, അക്വയറിങ് എ സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് എത്തിക്കൽ സിസ്റ്റം ആസ് എ ഗൈഡ് ടു ബിഹേവിയർ. സ്വന്തമായിട്ടൊരു മൂല്യബോധം ഉണ്ടാക്കിയെടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൗമാര കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. ഈ ഡെവലപ്മെൻറ്റൽ ടാസ്കുകൾ അല്ലെങ്കിൽ വികസന പ്രവർത്തികളൊക്കെയാണ് കൗമാരക്കാരിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെയാണ്? അച്ചീവിങ് ന്യൂ ആൻഡ് മോർ മച്വർ റിലേഷൻഷിപ്പ് വിത്ത് ഏജ് മേറ്റ്സ് ഓഫ് ബോത്ത് സെക്സസ്, അച്ചീവിങ് എ മസ്കുലിൻ ഓർ ഫെമിനിൻ സെക്സ് റോൾസ്, അക്സെപ്റ്റിംഗ് വൺസ് ഫിസിക് ആൻഡ് യൂസിങ് വൺസ് ബോഡി എഫക്റ്റീവ്ലി, desiring, accepting and achieving socially responsible behavior, achieving emotional independence from elders, selecting and preparing for an occupation, preparing for marriage and family life, acquiring a set of values and an ethical system as a guide to behavior. അടുത്തതാണ് ഡെവലപ്മെൻറ്റൽ ഹാസാർഡ്സ് ഓർ പൊട്ടൻഷ്യൽ ഹാസാർഡ്സ്. വികസന ഘട്ടത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ. ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ് ഓർ പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ആർ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ദാറ്റ് ഹിൻഡേഴ്സ് ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ ഡെവലപ്മെൻറ്റൽ ടാസ്ക്. ഓരോ കാലഘട്ടത്തിനും അല്ലെങ്കിൽ ഓരോ പ്രായത്തിനും അനുസരിച്ച് ഓരോ വികസന പ്രവൃത്തികളുണ്ട്. ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കാതെ തടസ്സമായിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സിനെയാണ് ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ് അല്ലെങ്കിൽ വികസന പ്രതിസന്ധികൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെയാണ് പൊട്ടൻഷ്യൽ ഹസാർഡ്സ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ് എന്ന് വിളിക്കുന്നത്. അത് ഫിസിക്കൽ ഹസാർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹസാർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ ഹസാർഡ്സ് ആയിരിക്കാം. അതായത് നമുക്ക് ശാരീരികമായിട്ട് കുറേ പരിമിതികളുണ്ടായിരിക്കാം, ശാരീരിക വൈകല്യങ്ങളൊക്കെ, മാനസിക പ്രശ്നങ്ങളുണ്ടായിരിക്കാം, സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഇതൊക്കെ ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ് ആണ്. ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആ കറക്റ്റ് സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുട്ടികൾക്ക് അത് കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കുകയും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യും. കുട്ടികളിൽ ഒരു തെറ്റായിട്ടുള്ളൊരു ആത്മബോധം അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ കാരണക്കാരനായ ഒരു കാര്യമാണ് ഈ പൊട്ടൻഷ്യൽ ഹസാർഡ്സ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഹസാർഡ്സ്. എനിക്ക് ഇത് സാധിച്ചില്ല, എൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഇത് സാധിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ കുട്ടികളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ ആത്മസംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഡെവലപ്മെൻറ്റൽ ടാസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് 3 തരത്തിലുള്ള ഹസാർഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹസാർഡാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഇൻഎബിലിറ്റി ടു അക്വയർ നെസസറി സ്കിൽസ്. നെക്സ്റ്റ് വൺ, ഇൻഅപ്രോപ്രിയേറ്റ് എക്സ്പെക്റ്റേഷൻസ്. ആൻഡ് തേർഡ് വൺ, ക്രൈസിസ്.
എന്താണ് ഇന്നബിലിറ്റി ടു അക്വയർ നെസസറി സ്കിൽസ് എന്ന് പറയുന്നത്? ഓരോ കാലഘട്ടത്തിലും വ്യക്തികളിൽ നിന്ന് നമ്മൾ ഒരു ഡെവലപ്മെൻ്റൽ ടാസ്ക് അല്ലെങ്കിൽ വികസന പ്രവൃത്തി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നടക്കാതെ അല്ലെങ്കിൽ ആ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആ സ്കിൽ അക്വയർ ചെയ്തില്ല അല്ലെങ്കിൽ ആ കോമ്പീറ്റൻസി നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റിയില്ല, ആ വ്യക്തി ആ സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് കടന്നു പോകുന്നില്ല, സക്സസ്ഫുള്ളി ആ ഡെവലപ്മെൻ്റൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വൺ, ഇന്നബിലിറ്റി ടു അക്വയർ നെസസറി സ്കിൽസ്. അടുത്തത് ഇൻഅപ്രോപ്രിയേറ്റ് എക്സ്പെക്റ്റേഷൻസ്. ഒരു വ്യക്തി ശാരീരികവും മാനസികവുമായിട്ടുള്ള കുറേ പരിമിതികൾ അനുഭവിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളെ സംബന്ധിച്ച് എന്താണ്, തനിക്ക് ചുറ്റുമുള്ള എല്ലാവരും ആ ഡെവലപ്മെൻ്റൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, എന്നെക്കൊണ്ട് അത് സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഇൻഅപ്രോപ്രിയേറ്റ് എക്സ്പെക്റ്റേഷൻസ്, അതാണ് അടുത്ത പ്രോബ്ലം. അടുത്തത് ക്രൈസിസ്. ഒരു ഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുണ്ട്, അതാണ് ക്രൈസിസ്. അതായത് കുട്ടി അഡോളസെൻ്റ് ഏജിലെത്തി, അതിനുശേഷം കുട്ടി ചെല്ലുന്നത് എങ്ങോട്ടാണ്? അഡോളസെൻ്റ് ഏജ് ശേഷം അഡൾട്ട്ഹുഡ് എത്തും. ഈ അഡോളസെൻറ്റും അല്ല അഡൾട്ടും അല്ലാത്തൊരു കാലഘട്ടമുണ്ട്, ഇറ്റ് ഈസ് എ ക്രൈസിസ് പീരീഡ്. ഈ 3 ടൈപ്പ് പൊട്ടൻഷ്യൽ ഹാസാർഡ്സ് ആണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഇന്നബിലിറ്റി ടു അക്വയർ നെസസറി സ്കിൽസ്, ഇൻഅപ്രോപ്രിയേറ്റ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ക്രൈസിസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് റീസൺസ് അല്ലെങ്കിൽ ഈ ഡെവലപ്മെൻ്റൽ ഹാസാർഡ്സിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹെൽത്ത്, ഫാമിലി, സൊസൈറ്റി, ഡിസീസസ്, പോവേർട്ടി, സബ്സ്റ്റൻസ് അബ്യൂസ് എക്സെട്ര. നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബാന്തരീക്ഷം, ഫാമിലി അറ്റ്മോസ്ഫിയർ എങ്ങനെയൊക്കെയാണ്, അതൊക്കെ നമ്മുടെ ഡെവലപ്മെൻ്റൽ ടാസ്കിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഫാക്ടറാണ്. എന്തെങ്കിലും പാരമ്പര്യമായിട്ട് നമുക്ക് അസുഖങ്ങളുണ്ടോ, അംഗവൈകല്യങ്ങളുണ്ടോ, ദാരിദ്ര്യം, മാറാരോഗങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള ഡ്രഗ്സുകൾ കൂട്ടി ഉപയോഗിക്കുന്നുണ്ടോ, ഇതെല്ലാം ഡെവലപ്മെൻ്റൽ ഹാസാർഡ്സിന് കാരണമാവുന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് നമുക്ക് ഡെവലപ്മെൻ്റൽ ടാസ്ക് ആൻഡ് ഡെവലപ്മെൻ്റൽ ഹാസാർഡ്സ് ഓഫ് അഡോളസെൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഡെവലപ്മെൻ്റൽ ടാസ്ക്? റോബർട്ട് ജെ ഹാവിഗസ്റ്റ് അവതരിപ്പിച്ച ആശയമാണ് ഡെവലപ്മെൻ്റൽ ടാസ്ക് അല്ലെങ്കിൽ പുരോഗമന കർത്തവ്യങ്ങൾ, വികസന പ്രവൃത്തികൾ. According to him, developmental task is a task which arises about at a certain period in the life of an individual, successful achievement of which lead to happiness and to success with later tasks, while failure leads to unhappiness and difficulty with later tasks. Developmental hazard എന്താണ്? These are physical, psychological and social adjustment problems that hinders the successful completion of the developmental task. ഈ വികസന പ്രവൃത്തികൾ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെയാണ് ഡെവലപ്മെൻ്റൽ ഹാസാർഡ്സ് അല്ലെങ്കിൽ വികസന ഘട്ടത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള പ്രതിസന്ധികളാണ് അല്ലെങ്കിൽ 3 തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഹാസാർഡ്സ് ആണ് ഉള്ളത്. ഇന്നബിലിറ്റി ടു അക്വയർ നെസസറി സ്കിൽസ്, ഇൻഅപ്രോപ്രിയേറ്റ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ക്രൈസിസ്. ഇതിൻ്റെ കാരണങ്ങൾ, പൊട്ടൻഷ്യൽ ഹാസാർഡ്സിൻ്റെ ബേസിക് റീസൺസ് ഏതൊക്കെയാണ്? ഹെൽത്ത്, ഫാമിലി, സൊസൈറ്റി, ഡിസീസസ്, പോവേർട്ടി, സബ്സ്റ്റൻസ് അബ്യൂസ് എക്സെട്ര. ഡെവലപ്മെൻ്റൽ ഹാസാർഡ്സും ഡെവലപ്മെൻ്റൽ ടാസ്കും എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. താങ്ക്